ടെക് ഫ്ലൈ കോഡിംഗ് ചലഞ്ചിൻ്റെ 14ാമത്തെ ദിവസത്തിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വെബ്സൈറ്റ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ലാസ്റ്റ് വെബ്സൈറ്റിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ചെയ്യുന്നത് മൊബൈൽ റെസ്പോൺസീവ് ആണ്. അതായത് നമ്മൾ ഇതുവരെ ചെയ്തത് നമ്മുടെ ഡെസ്ക്ടോപ്പിന് അല്ലെങ്കിൽ ലാപ്ടോപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു ഡിസൈൻ ചെയ്തത്. നേരെ മറിച്ച് ഇതിനെ നമ്മൾ മൊബൈൽ റെസ്പോൺസീവ് ആയിട്ട്, അതായത് മൊബൈൽ ഫോണിനും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ലാസ്റ്റ് വെബ്സൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അസറ്റ് ഫയൽ നമ്മുടെ ചലഞ്ചിൻ്റെ ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ടാസ്ക് 7. ഈ ഒരു അസറ്റ് എന്ത് ചെയ്യുക, എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് VS കോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് VS കോഡിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെംപ്ലേറ്റ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെംപ്ലേറ്റ്. ഏകദേശം ഈ ഒരു വാച്ചിൻ്റെ സ്റ്റോറാണിത്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിത്ത് മൊബൈൽ ഫ്രണ്ട്ലി. ഓക്കെ, അപ്പം ഇനി ടൈം കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡിസൈനിലോട്ട് കടക്കാം. നമ്മളിവിടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെഡറും അതേപോലെ നമ്മുടെ ഈ ഒരു ഹോം സെക്ഷനൊക്കെ ഒരുമിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്നത്തെ ഏതൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, സെക്ഷൻ കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ സെക്ഷൻ ഡോട്ട് റാപ്പർ കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, നമ്മുടെ ഹെഡർ. ഓക്കെ, ഹെഡറിന് 3 പാർട്ടാണുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്ന്, ഇത് 2, ഇത് 3. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ആ 3 പാർട്ട് ചെയ്താണ്. ഫസ്റ്റ് ഒരു H1ൻ്റെ ഉള്ളിൽ IMGക്കുള്ളിൽ ഇമേജസിൻ്റെ ഉള്ളിലുള്ള ലോഗോ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു UL LI, എത്ര LIs ഉണ്ട് നോക്കാം, 1 2 3 4 5 LIs. ഞാനെന്ത് ചെയ്യണം, *5, അതിൻ്റെ ഉള്ളിൽ A. ഓക്കെ, ഞാൻ എല്ലാത്തിനും എന്ത് ചെയ്യാണ്, ഹാഷ് ഇട്ട് കൊടുക്കുകയാണ്, ലിങ്ക്. ഓക്കെ, ഫസ്റ്റ് LI എന്ന് പറയുന്നത് ഹോം ബ്രാൻഡ്സ്, റീസൺ products, then contact about. ഓക്കെ, ഇനി നമ്മുടെ എൻഡിൽ എന്തുണ്ട്, വീണ്ടും ഒരു UL LI *3 ഉള്ളിൽ Aക്കുള്ളിൽ IMG ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഏക്കൊക്കെ എന്ത് ചെയ്യാണ്, ലിങ്ക് ഹാഷ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ IMG എന്ന് പറയുന്നത് ഫസ്റ്റത്തെ IMG എന്താണ്, ഒരു ഐക്കണാണ്. നമ്മുടെ ഐക്കൺ ഏതാണ്, സെർച്ച് ഐക്കണാണ്. അപ്പോൾ സെർച്ച് PNG ഞാനിവിടെ എന്ത് ചെയ്യാണ്, ALT ഐക്കൺ എന്ന് കൊടുത്തു. അതേപോലെ അടുത്തത് ഇമേജസിൻ്റെ ഉള്ളിലുള്ള യൂസർ, നെക്സ്റ്റ് ഇമേജസിൻ്റെ ഉള്ളിലുള്ള കാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഹെഡർ സെക്ഷന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴത്തുള്ള സെക്ഷന് ഒരു ഡിവ് റൈറ്റ് സൈഡിലുണ്ട്, അതേപോലെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, ഒരു H1, ഒരു P, പിന്നെ ഒരു ഫോം ഉണ്ട്, സെർച്ച് ഫോം ഉണ്ട്. നമുക്കത് അതേപോലെ തന്നെ എഴുതാം. ഫസ്റ്റ് H1, പിന്നെ P, ദെൻ ഫോമിൻ്റെ ഉള്ളിൽ ഞാനൊരു ഡിവ് എഴുതി. ആ ഡിവിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു ഇൻപുട്ട് ഉണ്ട്. അതായത് നമുക്ക് ഫൈൻഡ് ദി ബെസ്റ്റ് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഇവിടെ ഒരു ഇൻപുട്ട് ടൈപ്പ് ഇതുണ്ട്. അതേപോലെ ഇവിടെ എന്തുണ്ട്, നമ്മുടെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കൊടുത്തു. അതേപോലെ അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ഹോൾഡർ, അതായത് നമുക്ക് ഈ ഉള്ളിൽ കാണുന്ന ഈ ഒരു ഇതിനെ നമ്മൾ പറയുന്നത് പ്ലേസ് ഹോൾഡർ എന്നാണ്. പ്ലേസ് ഹോൾഡർ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഫൈൻഡ് ദി ബെസ്റ്റ് ബ്രാൻഡ്സ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ എന്തുണ്ട്, നമ്മുടെ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം,
ബട്ടൺ സബ്മിറ്റ് കൊടുക്കണം. ബട്ടൺ ടൈപ്പ് സബ്മിറ്റ്. ഓക്കെ, നമുക്ക് അവിടെ കാണേണ്ട എന്താണ്, സെർച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് ചെയ്യാനുണ്ട്, നമ്മുടെ H1ന്റെ കണ്ടന്റ് കൊടുക്കാനുണ്ട്. ഡിസ്കവർ ദി മോസ്റ്റ് സ്യൂട്ടബിൾ വാച്ചസ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, BR ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ BR ഇട്ട് കൊടുക്കാം. ഓക്കെ, പാരഗ്രാഫ് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ ലോറം കൊടുക്കുകയാണ്. ബാക്കി ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഡിസൈനിൽ കൊണ്ടുവരാം. ഇനി ഈ ഡിവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഡിവ്, അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്, ഒരു IMG ഉണ്ട്. നമ്മുടെ ഇമേജസിൻ്റെ ഉള്ളിലുള്ള ഹോം റൈറ്റ് ഇമേജ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്റ്റൈലിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് ഇതിനെന്താ വേണ്ടത്, ഒരു ബാക്ക്ഗ്രൗണ്ട് കളറാണ്. BG ബ്ലാക്ക് കളറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് എന്തുണ്ട്, ടെക്സ്റ്റ് വൈറ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ടെക്സ്റ്റും വൈറ്റ് ആണ്. പിന്നെ ബാക്കി ചെറിയ വ്യത്യാസമുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. അതായത് ഇവിടുത്തെ കളറും അതേപോലെ ഇതിൻ്റെ കളറും വ്യത്യാസമുണ്ട്. ബാക്കിയൊക്കെ വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് മാറ്റാം. ഓക്കെ, ഇവിടെ സജഷൻ വരാത്തത് നമ്മുടെ tailwind.config.js. ഓക്കെ, ഈ ഒരു ഫയൽ ഇല്ലാഞ്ഞിട്ടാണ് നമുക്കിവിടെ ടൈൽവിൻഡിൻ്റെ സജഷൻ വരാത്തത്. ഓക്കെ, അത് റെഡി ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ എല്ലാ കണ്ടന്റും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെന്ത് ചെയ്യണം, ഡിസൈൻ ആക്കി മാറ്റണം. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഹെഡർ ചെയ്യാം. അപ്പോൾ ഹെഡറിന് ഞാൻ ഇവിടെ ഒരു ഹൈറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, H100 പിക്സൽ. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഹെഡറിനകത്തുള്ള ഇത് കണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരേ ലൈനിൽ നിർത്തണം. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഫ്ലക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ അത് ഒരേ ലൈനിലായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഇമേജ് എന്ത് ചെയ്യുക, ഒന്ന് ചെറുതാക്കാം. നമ്മുടെ ലോഗോ ഒന്ന് ചെറുതാക്കാം. ക്ലാസ് വിഡ്ത്ത് 100 പിക്സൽ. ഓക്കെ, നമ്മുടെ ലോഗോ ചെറുതായിട്ടുണ്ട്. ഇനി ഈ കണ്ടന്റ് എന്ത് ചെയ്യണം, ഒരേ ലൈനിൽ നിർത്താം. അപ്പോൾ നമ്മുടെ ഈ UL-ന് എന്ത് ചെയ്യുക, ക്ലാസ് ഫ്ലക്സ് ജസ്റ്റിഫൈ സെൻറ്റർ ഐറ്റംസ് സെൻറ്റർ. ഇനി ഇവർക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാർജിൻ റൈറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, LIക്ക് ക്ലാസ് മാർജിൻ റൈറ്റ് 10 കൊടുത്തു. നമ്മുടെ ലാസ്റ്റത്തെ ഇതിനെന്ത് ആവശ്യമില്ല, മാർജിൻ റൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനത് ഒഴിവാക്കി. ഓക്കെ, ഇനി ഇതിന് ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുക്കാം. അതിന് ഞാൻ എന്ത് ചെയ്യണം, ഈ hrefൻ്റെ എല്ലാ ടാഗിനും ക്ലാസ് ടെക്സ്റ്റ് 14 പിക്സൽ, ഫോണ്ട് നോർമൽ. പിന്നെ ടെക്സ്റ്റ് കളർ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ റീഡ്മിയിൽ വന്നു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഈ ഒരു സെക്കൻഡറി കളറാണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ. ഞാൻ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ആ ഒരു കളറും കൊടുത്തു. ഓക്കെ, ജസ്റ്റ് പോയി നോക്കാം. നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മാർജിൻ റൈറ്റ് ഇത്ര വേണമെന്നില്ല, ഒരു ഏകദേശം ഒരു 7 ഒക്കെ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യണം, അതും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻറ്ററത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഇമേജസിൻ്റെ സെക്ഷനാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെയ്യാം. അതും ഇതേപോലെ തന്നെയാണ്, ക്ലാസ് ഫ്ലക്സ് ജസ്റ്റിഫൈ എൻഡ് ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, ഫസ്റ്റത്തെ 2 LIക്കും ക്ലാസ് മാർജിൻ റൈറ്റ് 3 കൊടുത്തു. ഇനി നമ്മുടെ ഇമേജസിനൊക്കെ എന്ത് ചെയ്യണം, ഒരു സൈസ് പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ IMG ടാഗിന് എന്ത് ചെയ്യാം, ക്ലാസ് വിഡ്ത്ത് ഓൾമോസ്റ്റ് ഒരു 20 പിക്സൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, കുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറക്കാം. ഓക്കെ, 20 പിക്സൽ
നമ്മുടെ ഡിസൈൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഓക്കെ ആണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 പിക്സലും കൂടി കൂട്ടി കൊടുക്കാം, 4 പിക്സലാക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു ഹെഡറിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, നമ്മുടെ അടുത്ത സെക്ഷനാണ് ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു സെക്ഷനിലോട്ട് വരാം. ക്ലാസ് PY സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ 20 വേണ്ട, ഒരു 10 കൊടുക്കാം. ഇവിടെ ഒരു ക്യാപ്പ് ആയിട്ടുണ്ട്, അതേപോലെ ഇവിടെ താഴത്തും ഒരു ക്യാപ്പ് ആയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒരേ ലൈനിൽ നിർത്തണം. അപ്പോൾ ഫ്ലക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ ഇനി നമ്മുടെ ഈ ഇമേജിന് റൈറ്റ് സൈഡിലുള്ള ഇമേജിന് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കാം. അതായത് വിഡ്ത്ത് ഓൾമോസ്റ്റ് 45%, ക്ലാസ് വിഡ്ത്ത് 70%. Okay, 70. ഓക്കെ ഇനി നമ്മുടെ ഈ ഒരു സെക്ഷനുള്ള സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതാ നമ്മുടെ H1-ന് ക്ലാസ് വിഡ്ത്ത് 45% കൊടുക്കാം. അതേപോലെ H1-ന് ടെക്സ്റ്റ് 56 പിക്സൽ, ഫോണ്ട് ബോൾഡ്, മാർജിൻ ബോട്ടം 4. ഓക്കെ ഇനി നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൻ്റെ സ്റ്റൈൽ ക്ലാസ് ടെക്സ്റ്റ് 14 പിക്സൽ, ഫോണ്ട് നോർമൽ. പിന്നെ നമ്മുടെ നേരത്തെ നമ്മളിവിടെ കൊടുത്ത ഈ ഒരു ടെക്സ്റ്റിൻ്റെ സെയിം കളറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു കളറും കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞു. അതേപോലെ മാർജിൻ ബോട്ടം 10. ഓക്കെ ഇനി നമ്മുടെ ഈ ഒരു ഇതിൻ്റെ സ്റ്റൈൽ വേണം നമുക്ക് അടുത്ത് ചേഞ്ച് ചെയ്യാൻ. അത് നമ്മുടെ ഈ ഒരു ഡിവിനാണ് ഞാൻ സ്റ്റൈൽ കൊടുക്കുന്നത്. ഫസ്റ്റ് PY to PX2. ഓക്കെ PG വൈറ്റ് റൗണ്ടഡ് XL. ഏകദേശം ഒരു ലെവലിലായിട്ട് നിന്നിട്ടുണ്ട്. ഇനി എൻ്റെ ഈ ഒരു സെർച്ചിന് PY to PX4 ടെക്സ്റ്റ് ഓൾറെഡി വൈറ്റ് ആണ്. നമുക്ക് BG നമ്മുടെ ബ്ലൂ കളർ റെഡ്മിയിൽ നമ്മുടെ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ആ ഒരു ബ്ലൂ കളർ BGക്ക് കൊടുക്കാം. അതുപോലെ റൗണ്ടഡ് XL. ഓക്കെ ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഫ്ലെക്സ് ചെയ്യാം. ഫ്ലെക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ, സോറി നമ്മുടെ കണ്ടന്റ് മാറി, ഇവിടെ ഫ്ലെക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ. അത് ഈ ഒരു എൻഡിലേക്ക് വന്നു നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ സ്റ്റൈലും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. ക്ലാസ് ഔട്ട്ലൈൻ നൺ. ഓക്കെ അതേപോലെ വിഡ്ത്ത് ഫുൾ. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ബട്ടണിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. PX7 PY3. ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോം സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊബൈൽ റെസ്പോൺസീവും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് മൊബൈലിൽ എങ്ങനെയാണ് ഇത് വരുന്നതെന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
നമ്മൾ റൈറ്റ് ക്ലിക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിൽ റൈറ്റ് ക്ലിക്ക് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഇൻസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പല രീതിയിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങളുടെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു ഡയമെൻഷൻ എന്നുണ്ടല്ലോ, ഈ ഒരു ഓപ്ഷൻ്റെ അവിടെ എന്ത് ചെയ്യുക, റെസ്പോൺസീവ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഇതിനകത്ത് ഇവിടെ ഈ ഒരു മൊബൈലിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, ഇതെന്ത് ചെയ്യണം, നിങ്ങളുടെ ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളത് താഴത്തും മുകളിലുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് കാണുന്നുണ്ടോ ഈ റൈറ്റ് സൈഡിൽ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം. അതിൽ ഈ ലാസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയിട്ടൊക്കെ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു സ്ക്രീനിനെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റെസ്പോൺസീവ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഫോണുകളുടെ കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ നമുക്ക് ഒരു വിഡ്ത്ത് ഉണ്ട്, അതേപോലെ ഒരു ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു വിഡ്ത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊബൈൽ ഫോണാണോ ഏതാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ iPhone 12 Pro എടുത്തു. നമ്മുടെ ഡിസൈൻ ഒന്നും നോക്കണ്ട, അതൊക്കെ ആകെ കൊളായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, 390 അതിൻ്റെ വിഡ്ത്ത്. 14 Pro Max എടുത്തപ്പോൾ 430 അപ്പോൾ ഇങ്ങനെ ഓരോ സ്ക്രീനിനും സ്യൂട്ടബിൾ ആവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോഴേ ആ ഒരു ഡിസൈൻ നമ്മൾ പറയുള്ളൂ ഡിസൈൻ അടിപൊളി ആയിട്ടുണ്ട് അല്ലെങ്കിൽ റെസ്പോൺസീവ് ആണ് എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റെസ്പോൺസീവ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഇതാണിപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഡിസൈൻ. ഇതിങ്ങനെ ഞാൻ ചെറുതാക്കി കൊണ്ടുപോകുന്ന സമയത്ത് സ്ക്രീനിൻ്റെ സൈസ് ചെറുതാവുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിസൈന് കൊളാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ഏതാണെന്ന് നോക്കിയിട്ട് ആ ഒരു ഏരിയക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസൈന് മാറ്റാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നമ്മുടെ ഹെഡർ കൊളായി. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻട്രലത്തെ ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്ത് കളയാം. ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ സെൻട്രലത്തെ ആ ഒരു പൊസിഷന് ഹൈഡ് ചെയ്ത് കളയാം. അപ്പോൾ അവിടെ എന്തുണ്ടാവും, വൃത്തി ഉണ്ടാവും. പിന്നെ നമ്മൾ കുറേ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ ഇതെന്ത് ചെയ്യാം, മുകളിൽ നിർത്തിയിട്ട് നമ്മുടെ ഈ ഒരു ഇമേജിനെ താഴത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതെന്ത് ചെയ്യും, ആ ഒരു സെക്ഷനും വൃത്തി ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈൽവിൻഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ TileWinCSS.com കയറുക, എന്നിട്ട് ഇവിടെ റെസ്പോൺസീവ് ഡിസൈൻ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പോയിന്റ് പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ക്രീന് മിനിമം വിഡ്ത്ത് 640 പിക്സൽ ആവുമ്പോൾ ഉള്ള സ്റ്റൈല്. അതായത് ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത് 640 പിക്സലിന് മുകളിലോട്ട് എന്ത് സ്റ്റൈലാണോ നമുക്ക് വേണ്ടത് അതെങ്ങനെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഇമേജിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞിട്ടുള്ളത് വിഡ്ത്ത് 16, അതായത് വിഡ്ത്ത് എന്താണ് 16 ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി MD ആവുന്ന സമയത്ത് അപ്പോൾ MD കോളൻ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്ത്ത് 32 പറഞ്ഞിട്ടുണ്ട്. അതേപോലെ LG കോളൻ ഇട്ടിട്ട് 48 പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ വിഡ്ത്ത് 768 പിക്സൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിവിടെ 768 കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ 768 പിക്സലുള്ള സ്ക്രീൻ. ഈ ഒരു സ്ക്രീനിൽ ഇവർ പറയുന്നത് ഇമേജിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യണം, 32 ആവണം. അതായത് അതുവരെ എന്തായിരിക്കും, 16 ആയിരിക്കും. MD എത്തുന്ന സമയം മുതൽ എന്ത് ചെയ്യും, 32 ആവും. ഇനി അടുത്തൊരു ബ്രേക്ക് പോയിന്റ് ആണ് LG, അതായത് സ്ക്രീനിൻ്റെ വിഡ്ത്ത് 1024 പിക്സൽ ആവുന്ന സമയത്ത് എന്ത് വേണം, വിഡ്ത്ത് 48 ആവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കും എന്താ വേണ്ടത്, വിഡ്ത്ത് ഒരു 768 ആവുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ഒരു സെക്ഷൻ കണ്ടാൽ മതി. അപ്പോൾ നമ്മളിത് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഹിഡൻ ആക്കണം. അപ്പോൾ അത് എവിടെയാണ് നമുക്ക് ഹിഡൻ ആക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു UL, നമ്മുടെ ഹെഡറിൻ്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ ULനെയാണ് നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഹിഡൻ എന്ന് കൊടുത്തു, ജസ്റ്റ് ഹിഡൻ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു എറർ അടിച്ചിട്ടുണ്ട്, ഫ്ലക്സ്. ഈ ഡിസ്പ്ലേ എന്നുള്ള പ്രോപ്പർട്ടിയുടെ 2 ടാഗുകളാണ് ഹിഡനും ഫ്ലക്സും. അപ്പോൾ നമ്മളിവിടെ ഹിഡൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്ലക്സ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഫ്ലക്സ് എടുത്ത് ഒഴിവാക്കി. അപ്പോൾ നമ്മുടെ ടാഗ് എന്ന് പറയുന്നത് എന്താണ്, ഹിഡൻ ആണ്. ഓക്കെ,
അപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഹൈഡ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ താഴത്തോട്ട് പോയി കഴിഞ്ഞാലും മുകളിലോട്ട് വന്നു കഴിഞ്ഞാലും ആ സാധനം ഇല്ല. നമ്മുടെ ബ്രേക്കിംഗ് പോയിന്റ് ഏതാണ്? ഏകദേശം 768. നമുക്ക് എന്ത് ചെയ്യാം, 648 ഒന്ന് ഇട്ട് നോക്കാം. 640. ഓക്കെ, ഇതാണ് 640 സ്ക്രീന്. ഇവിടെ ഈ ഒരു സംഗതി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ കൊടുത്തിരുന്നത് ഫ്ലക്സ് അല്ലേ. ഓക്കെ, ഞാൻ ഫ്ലക്സ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഇതെന്താണ്, പൊട്ടിയിട്ടാണ്. പിന്നെ തൊട്ടടുത്ത സ്ക്രീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ MD 768. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ, 768. ഓക്കെ, ഇവിടെ ഒക്കെ എന്തുണ്ട്, ഇത് വൃത്തിയാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടന്റ് കൊടുക്കുക. അതിന് ശേഷം അങ്ങോട്ട് എന്ത് മതി, ഈ ഒരു കണ്ടന്റ് കണ്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തോട്ട് പോകുമ്പോൾ എന്ത് വേണ്ട, ഈ ഒരു സാധനം വേണ്ട. അപ്പം ഞാൻ ഫ്ലക്സ് മാറ്റിയിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഹിഡൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എവിടുന്ന അത് കാണേണ്ടത്, MD മുതലാണ് കാണേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, MDയിൽ ഇതെന്ത് ചെയ്തു, ഫ്ലക്സ് ആക്കി. അതായത് MD വരെ ഹിഡൻ ആയിരുന്നു, MD മുതൽ അങ്ങോട്ട് എന്ത് ചെയ്തു, ഇത് ഫ്ലക്സ് ആയി. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 768 എത്തുന്ന സമയത്ത് 767 മുതൽ എന്ത് ചെയ്യും, ഇത് കാണും. 768ൻ്റെ താഴത്തോട്ട് പോകുന്തോറും ഇത് എന്ത് ചെയ്യില്ല, കാണൂല. പിന്നെ അവിടുന്ന് 768 മുകളിലോട്ട് എവിടേക്ക് പോയി കഴിഞ്ഞാലും ഈ ഒരു കണ്ടന്റ് കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടന്റ് നമ്മൾ എങ്ങനെയാണ് മൊബൈൽ ഫ്രണ്ട്ലി ആക്കിയെന്ന് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത് മൊബൈൽ ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടന്റ് എവിടെ വേണം, ഇവിടെ ഒരു ഐക്കണൊക്കെ കൊടുത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പ് ഡൗൺ ഒക്കെ വന്നിട്ട് കാണിക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അത് JS വെച്ചിട്ട്, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സെക്ഷനൊന്നും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് എങ്ങനെ ഇത് ഹൈഡ് ചെയ്യാം, മൊബൈലിൽ ഇതെങ്ങനെ വൃത്തിയിൽ കാണിക്കാം എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഈ ഒരു സെക്ഷനാണ്, അതെങ്ങനെ മൊബൈൽ ഫ്രണ്ട്ലി ആക്കാൻ നോക്കാം. ഓക്കെ, ഇത് ഏകദേശം ഒരു MD എത്തുന്ന സമയത്ത് തന്നെ 768 എത്തുന്ന സമയത്ത് തന്നെ ആണ് ഇതിൻ്റെ ഇതും ബോറായി തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വിഡ്ത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്ലക്സിൽ നമ്മൾ പഠിച്ച 2 പ്രോപ്പർട്ടിയാണ് എന്ത്, ഫ്ലക്സ് റാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വിഡ്ത്ത് കൂടുതലായി കഴിഞ്ഞാൽ, വിഡ്ത്ത് ഫിക്സ് ആയി കഴിഞ്ഞാൽ എന്ത് വരും, കണ്ടന്റ് താഴത്തോട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫ്ലക്സ് റാപ്പ് ഇടാം. ഓക്കെ, ഫ്ലക്സ് റാപ്പും കൂടി ഇടാം. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഫ്ലക്സ് റാപ്പ് വർക്ക് ചെയ്യില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫിക്സഡ് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ വിഡ്ത്ത് എവിടെ മുതലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യണേ, ഇവിടെ MD മുതലാണ് എന്ത് വിഡ്ത്ത് 45%. അതേപോലെ ഇതിനും MD മുതലാണ് വിഡ്ത്ത് 45%. ഇനി അതിൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, വിഡ്ത്ത് ഫുള്ളാണ് വേണ്ടത്. അതായത് ഫുൾ വിഡ്ത്ത് നമ്മുടെ പാരൻറ്റിൻ്റെ, അതായത് നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ ഫുൾ വിഡ്ത്ത് അല്ല, അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ ഫുൾ വിഡ്ത്തിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ നമ്മുടെ ഇമേജ് എന്ത് ചെയ്യണം, സ്ക്രീനിൻ്റെ ഫുൾ വിഡ്ത്തിൽ നിൽക്കണം. ഓക്കെ, അപ്പോൾ 768 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇമേജ് താഴത്തോട്ട് നിൽക്കും. ഇനി ഇതിനൊന്ന് ജസ്റ്റ് ചെറുതാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഐഫോണിലൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഐഫോണിൽ നമ്മുടെ സ്ക്രീൻ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ താഴത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മാർജിൻ ബോട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫോമിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മാർജിൻ ബോട്ടം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ക്ലാസ് മാർജിൻ ബോട്ടം 10 കൊടുത്തു. ഓക്കെ, ഇവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു മാർജിൻ ബോട്ടം നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു ഡെസ്ക് ടോപ്പിൻ്റെ ഡിസൈനിൽ ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കുക, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ, MDയിലല്ല നമ്മളെ ബ്രേക്കിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഞാൻ MDയിൽ മാർജിൻ ബോട്ടം 0 ആക്കി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ആ മാർജിൻ ബോട്ടം അവിടെ ഉണ്ടായിരിക്കില്ല. നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് മൊബൈൽ സ്ക്രീൻ ആക്കുന്ന സമയത്ത് എന്ത് വരും, നമ്മുടെ ആ ഒരു ഇത് തരും. ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ മൊബൈൽ സ്ക്രീൻ ആക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ പേടിക്കരുത്, ഡിസൈൻ അങ്ങനെ പൊട്ടി നിൽക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. ഇത് സൂമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, സൂം ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈൽ സ്യൂട്ടബിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. അടുത്ത സെക്ഷൻ ഏതാ നോക്കാം. ടെംപ്ലേറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഈ ഒരു 3 എണ്ണത്തിൻ്റെ ഗ്രിഡാണ്. ഈ ഒരു 3 എണ്ണത്തിൻ്റെ ഗ്രിഡാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നും അതെങ്ങനെ മൊബൈലിൽ ചെയ്യാമെന്നുള്ളതും നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെക്ഷൻ ഡോട്ട് റാപ്പറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു 3 ഡിവായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡിവ് കൊടുത്തു. ഫസ്റ്റ് ഡിവിൻ്റെ ഉള്ളിൽ ഒരു റൈറ്റ് സൈഡും ഉണ്ട്, അതേപോലെ ഒരു ലെഫ്റ്റ് സൈഡും ഉണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് ഇമേജ് കൊടുക്കുകയാണ്. ഇമേജ് എന്ന് പറയുന്നത് നമ്മളെ ആപ്പിൾ PNG. ഓക്കെ, എന്ത് ചെയ്തു, ഇമേജ് എന്ന് കൊടുത്തു. അതേപോലെ റൈറ്റ് സൈഡിൽ ഒരു ഡിവ് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു H1 എഴുതി. H1ൻ്റെ ഉള്ളിൽ എന്താ കണ്ടന്റ് ഉള്ളത്, ആപ്പിൾ. ഓക്കെ, ആപ്പിൾ. അതേപോലെ അതിന് എന്തുണ്ട്, ഒരു പാരഗ്രാഫ് ഉണ്ട്. പാരഗ്രാഫ് ഞാൻ ലോറം 20 കൊടുത്തു. ഓക്കെ, ഈ ഒരു സെയിം കണ്ടന്റ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ട് 3 എണ്ണം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് സ്റ്റൈൽ എഴുതി തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോവാം. ക്ലാസ് PY 10 കൊടുത്തു. അതേപോലെ നമ്മുടെ റാപ്പറിന് ഞാൻ എന്ത് ചെയ്യണം, ഗ്രിഡ് ചെയ്യണം. 3 കോളാണല്ലോ ഉള്ളത്. 3 കോളാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഗ്രിഡ് ചെയ്യാൻ പോകണം. ഗ്രിഡ് കോൾസ് 3, അതേപോലെ ഗ്യാപ്പ് 5. ഓക്കെ, ഈ ഡിവിന് എന്ത് ചെയ്തു, ക്ലാസ് കോൾ സ്പാന് 1. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഈ ഇമേജും ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, വൃത്തിക്ക് നിർത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പോകണം, ഞാൻ ഫ്ലക്സ് ചെയ്യാൻ പോവാണ്. ഫ്ലക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, അതേപോലെ ഞാൻ ഈ ഇമേജിന് എന്ത് ചെയ്യണം, വിഡ്ത്ത് കൊടുക്കുകയാണ്. വിഡ്ത്ത് ഒരു 40%. ഓക്കെ, ഇമേജിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്, നമുക്കൊരു 25% ഒക്കെ മതി ഇമേജ്. ഓക്കെ, ആ ഒരു സെക്ഷൻ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, മാർജിൻ റൈറ്റ് 4. അതേപോലെ നമ്മുടെ ഈ ഒരു മൊത്തത്തിലൊരു ഡിവിന് ഞാൻ എന്ത് ചെയ്യണം, ഒരു P4 കൊടുക്കുകയാണ്. അതേപോലെ BG, നമ്മുടെ BG എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ലൈറ്റ് BG എന്നുള്ള ഈ ഒരു കളറാണ് നമ്മുടെ BG കളർ എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു കളറും കൊടുക്കുകയാണ്. അതുപോലെ റൗണ്ടഡ് LG കൊടുത്തു. ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു ഇത് വന്നിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. റൗണ്ടഡ് XL കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഈ ഒരു ഇതിലുള്ള കണ്ടന്റ്, ഓക്കെ, ക്ലാസ് ടെക്സ്റ്റ് 18 പിക്സൽ, മാർജിൻ ബോട്ടം 2, ഫോണ്ട് സെമി ബോൾഡ്. ഓക്കെ, ഇനി നമ്മുടെ പാരഗ്രാഫിന് ക്ലാസ് ടെക്സ്റ്റ് 12 പിക്സൽ, ഫോണ്ട് നോർമൽ. നമ്മുടെ കളർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒക്കെ കൊടുത്തിരുന്ന ആ ഒരു ഡാർക്ക് ഗ്രേ കളറാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു കളർ കോപ്പി ചെയ്തിട്ട് കൊടുക്കുകയാണ് ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ഡിവിനെ 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് രണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സംഗതി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഷിയോമി, അതേപോലെ ഫിറ്റ്ബിറ്റ്. ഓക്കെ, നമ്മുടെ ഇമേജും കൂടി നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെക്ഷന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ മൊബൈൽ റെസ്പോൺസീവ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ കൊളായില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റെസ്പോൺസീവ് കൊടുത്തിട്ട് എവിടെ നിന്നാണിത് കൊളാവുന്നതെന്നുള്ളത് നോക്കി തുടങ്ങാം. ഏകദേശം കുഴപ്പമില്ല. നമ്മുടെ ഒരു നമുക്ക് എന്ത് ചെയ്യാം, LG വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിനെ കട്ട് ചെയ്യണം. അപ്പോൾ LG വെച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് മതി,
ഒരു റോയിൽ ഒരു കോളം മതി. അപ്പോൾ നമ്മളിവിടെ എത്ര കൊടുത്തിട്ടുള്ളത്? ഗ്രിഡ് കോൾസ് 3 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൊബൈലിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഗ്രിഡ് കോൾസ് 2 കൊടുത്തു. 2 കൊടുത്തപ്പോഴും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 1 കൊടുത്തു. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്? വൃത്തിയായിട്ട് നിന്നിട്ടുണ്ട് മൊബൈലിൽ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? റിയൽ ഡിവൈസ് ഇട്ട് നോക്കാം, iPhone 14 ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? വൃത്തിക്ക് നിന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ വലുതാക്കുന്ന സമയത്ത് ഈ ഒരു സൈസൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് എന്താണ്? 2 എണ്ണം വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു SM ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? 2 കോളാക്കി നിർത്താം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? SM ഗ്രിഡ് കോൾസ് 2 കൊടുത്തു. ഓക്കെ, പോയി നോക്കാം. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? 1 2 3, അതായത് ഒരു ഇതിൽ 2 എണ്ണമായിട്ട് നിന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വലുതാക്കിയിട്ട് നമ്മളൊരു LG ഒക്കെ ആവുന്ന സമയത്ത് MDയിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? LG എടുക്കാം. LG ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് കോളംസ് 3 കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു? LGയിൽ എന്ത് കൊടുത്തു? ഗ്രിഡ് കോൾസ് 3. ഓക്കെ, അപ്പം അതെന്ത് ചെയ്തു? വൃത്തിയായി നിന്നു. ഇനി ഇങ്ങനെ താഴത്തോട്ട് പോകുമ്പോൾ എന്തില്ല? നീറ്റ്നെസ്സിന് ഒരു കുറവില്ല. അപ്പോൾ ഇത് മൊബൈലിലും അതേപോലെ ഡെസ്ക്ടോപ്പിലും നല്ല വൃത്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് മെയിനായിട്ട് ഈ ഒരു സെക്ഷനും അതേപോലെ ഈ ഒരു 2 സെക്ഷനും കൂടിയാണ് ഉള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? നാളത്തെ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവരും മൊബൈൽ റെസ്പോൺസീവ് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു ഇതിനു വേണ്ടി മാത്രം ചെയ്യാതെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സിൽ എന്ത് ചെയ്യുക? മൊബൈൽ റെസ്പോൺസീവ് അപ്ലൈ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നാളെ ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.